മുത്തങ്ങ ഭൂസമരം അബ്ദുൽ സലാം വധശ്രമ കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെ 4 പ്രതികൾക്ക് ശിക്ഷ 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. നേരത്തെ മുത്തങ്ങ സംഘർഷത്തിനിടെ പോലീസുകാരൻ വിനോദ് കൊല്ലപ്പെട്ട കേസിൽ എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. 23 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ വിധി പറയുന്നത്. വിവരങ്ങളുമായി ജോഷ്ല ചേരുകയാണ്. ജോഷ്ല, 2 കേസുകളായിരുന്നു. ഒന്ന് വിനോദ് കൊല്ലപ്പെട്ട കേസ്, പോലീസ് ഉദ്യോഗസ്ഥൻ. മറ്റൊന്ന് അബ്ദുൽ സലാം വധശ്രമ കേസ്. അതിൽ വിനോദ് കൊല്ലപ്പെട്ട കേസെടുക്കുകയാണെങ്കിൽ 2ാം പ്രതി മാത്രമാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുന്നു. പക്ഷേ ആ 2ാം പ്രതി അശോകൻ മരിച്ചുപോയതിനാൽ ശിക്ഷ വിധിക്കാൻ കഴിയില്ല. ബാക്കിയുള്ളവരെല്ലാം കുറ്റവിമുക്തരാക്കുന്നു. എന്നാൽ അബ്ദുൽ സലാം വധശ്രമ കേസിൽ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നു, ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു, അല്ലേ? മനു, മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് KV വിനോദ് എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അബ്ദുൽ സലാം എന്ന പോലീസുകാരനും ശശിധരൻ എന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇവർക്ക് പരിക്ക് പറ്റിയ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ KV വിനോദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അതേസമയം 2ാം പ്രതിക്ക് എതിരെ മാത്രമാണ് കേസ് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്. 2ാം പ്രതി മാത്രമാണ് കുറ്റക്കാരൻ. എന്നാൽ അതൊരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിരുന്നില്ല. നേരത്തെ ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നില്ല. അശോകൻ എന്ന 2ാം പ്രതിയാണ് ഇതിൽ കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിന് കാരണം ജോഗി കൊല്ലപ്പെട്ട ആ സമയത്ത് തന്നെ ജോഗി എന്ന ആദിവാസി യുവാവ് മുത്തങ്ങ സമരത്തിൽ കൊല്ലപ്പെട്ടിരുന്നു, സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ട സമയത്തുണ്ടായ പ്രകോപനം മൂലമാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്, KV വിനോദിനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നാണ് കോടതി വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, അശോകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ കോടതി വിധി പ്രസ്താവിക്കാതിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത കേസ് എന്ന് പറയുന്നത് അബ്ദുൽ സലാമിനെയും അതുപോലെ തന്നെ ശശിധരനെയും ആക്രമിച്ച കേസാണ്. ഈ ആക്രമിച്ച കേസിൽ 4 പ്രതികൾക്കെതിരെയാണ് കോടതി ഇപ്പോൾ ശിക്ഷ പ്രസ്താവിച്ചിരിക്കുന്നത്. M ഗീതാനന്ദൻ, ബിനു, രമേശൻ കൊയ്യാലിപ്പുര, അനിൽകുമാർ എന്നിവരാണ് ഇതിൽ കുറ്റക്കാർ. ഇവർക്ക് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു. 16 വ്യത്യസ്ത കേസുകളിലായി 19 വർഷം കഠിന തടവും അതുപോലെ തന്നെ 10,000 രൂപ പിഴയുമാണ്, 7 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. ഇതിൽ ശിക്ഷ എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയുമാണ്. പിഴയിൽ തന്നെ ചില ഇളവുകൾ കോടതി സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കോടതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കോടതി മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുന്നു. ചില സമരങ്ങളെ ചിലർ കാണുന്നത് സ്വാതന്ത്ര്യ സമരമായിട്ടായിരിക്കാം, ചില സമരങ്ങളെ ചിലർ കാണുന്നത് തീവ്രവാദ സമരങ്ങളായിട്ടായിരിക്കാം എന്നുള്ള രീതിയിലും കോടതി ഈ ഭൂസമരത്തെ വിലയിരുത്തുകയുണ്ടായി. എന്തായാലും AK ആന്റണി സർക്കാരിന്റെ കാലത്ത് ഒരു ഭൂസമരത്തെ നേരിട്ടതിന്റെ ഇരകളായി മാറുകയാണ് ബിനുവും ജോഗിയും അതുപോലെ തന്നെ KV വിനോദും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കൊലപാതകങ്ങൾ ആണ് തെളിയിക്കപ്പെടാതെ ഇപ്പോഴും ഇരിക്കുന്നത് എന്നുള്ളതാണ്.